പശ്ചിമേഷ്യയിൽ യുദ്ധം കൊടുമ്പിരി കൊള്ളുമ്പോൾ ഹോർമോസ് കടലിടുക്ക് അടച്ചതോടുകൂടി തന്നെ ഇന്ത്യയിലേക്ക് ഉൾപ്പെടെയുള്ള ഏഷ്യൻ രാജ്യങ്ങളെ ഇത് സാരമായി ബാധിച്ചിരിക്കുകയാണ്. എണ്ണയുടെ വരവ് ഇവിടെ ഏറ്റവും വലിയ രീതിയിലുള്ള ഒരു കുറവ് രേഖപ്പെടുത്തുകയാണ്. എണ്ണയുടെ വരവ് അവിടെ ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് അയൽ രാജ്യമായ പാകിസ്ഥാനെ തന്നെയാണ്. അതിവിടെ എടുത്തു പറയാതെ വയ്യ. കാരണം രാജ്യം അടച്ചുപൂട്ടലിന്റെ വക്കിൽ എത്തി നിൽക്കുകയാണ് എന്നതാണ് മറ്റൊരു സൂചനയായി തന്നെ പുറത്തു വരുന്നത്. എന്നാൽ ഇവിടെയാണ് ഭാരതം പാകിസ്ഥാന് കൂടുതൽ മാതൃകയാകുന്നത്. ആഗോള തലത്തിൽ വലിയ യുദ്ധം നടക്കുമ്പോൾ പോലും തങ്ങളുടെ രാജ്യത്ത് ഒരു കരുതൽ ശേഖരം ഉറപ്പിക്കാൻ ഇന്ത്യ ഒരിക്കലും മറക്കില്ല എന്നതിൻ്റെ ഏറ്റവും ഒരു ഉദാഹരണമായി തന്നെ ഇവിടെ എടുത്തു പറയേണ്ടത് ഇവിടെ ഇന്ത്യയിലടക്കം എണ്ണയുടെ വിലയിൽ ഒരു വർധനവ് പോലും ഉണ്ടാകില്ല എന്നതാണ് അവർ അറിയിച്ചിരിക്കുന്നത്. ഇസ്രയേൽ US ഇറാൻ യുദ്ധമാകട്ടെ അതിന്റെ മൂർധന്യ അവസ്ഥയിൽ നിൽക്കുമ്പോൾ ഇന്ധന നിരക്ക് ഭാരതത്തിൽ കൂട്ടേണ്ട ഗതി തങ്ങൾക്ക് വന്നിട്ടില്ല എന്ന് തന്നെയാണ് ഇന്ത്യ വ്യക്തമാക്കുന്നത്. എന്നാൽ പാകിസ്ഥാനിലാകട്ടെ ഡീസലിനും പെട്രോളിനും അടക്കം 55 രൂപ ഉയർത്തിയപ്പോൾ ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില ഉയർത്തേണ്ടതില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ അറിയിക്കുകയും ചെയ്തു. ഇത് ജനങ്ങൾക്കിടയിൽ വലിയൊരു ആശ്വാസ സന്ദേശമായി തന്നെ ഇപ്പോൾ മാറുകയാണ്. എന്നാൽ പാകിസ്ഥാനിലെ സ്ഥിതി മറിച്ചാണ്. അവിടെയാകട്ടെ ജനങ്ങൾ വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമായിക്കൊണ്ടിരിക്കുകയും ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ പോലും പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തി നിൽക്കുന്ന സാഹചര്യമാണ് പാകിസ്ഥാനുള്ളത്. അതേസമയം രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർധനവ് തൽക്കാലം ആലോചിക്കേണ്ടതില്ല എന്ന് തന്നെ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുകയാണ്. 24 ദിവസത്തേക്ക് ഉപയോഗിക്കാനുള്ള ഇന്ധനം ഇന്ത്യയിൽ ഇപ്പോൾ സ്റ്റോക്കുണ്ട്. അതിന് പുറമെ തന്നെ റഷ്യയിൽ നിന്നും 2 കോടി ബാരൽ അസംസ്കൃത എണ്ണ വാങ്ങുകയാണ് ഇന്ത്യ. ഈ സാഹചര്യത്തിൽ രാജ്യത്തെ ഇന്ധന വില ഉയർത്തേണ്ട ആവശ്യം ഇപ്പോഴില്ല എന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. അതേസമയം പാകിസ്ഥാനിലാകട്ടെ പെട്രോളിനും ഡീസലിനും വലിയ വില വർദ്ധിക്കുന്ന കാര്യം പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് മാർച്ച് 7 അർദ്ധരാത്രിയിൽ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്തു. പെട്രോളിന് 1 ലിറ്ററിന് പാകിസ്ഥാനിലെ ഇപ്പോഴത്തെ വില 321 രൂപയാണ്. അതേപോലെ തന്നെ ഹൈസ്പീഡ് ഡീസലിന് 335 രൂപയും. ഇന്ത്യയിൽ ഇപ്പോൾ 1 ലിറ്റർ പെട്രോളിന് 94 രൂപയ്ക്കും 110 രൂപയ്ക്കും ഇടയിലാണ് വില. കഴിയുമെങ്കിൽ റഷ്യയിൽ നിന്ന് LNG വാങ്ങുന്നതിനെ കുറിച്ചുള്ള ഒരു ആലോചന പോലും ഇന്ത്യ ചിന്തിക്കുന്നുണ്ട്. സൗദിയിലെ യൻബുവിൽ നിന്നുകൊണ്ട് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ക്രൂഡ് കാർഗോ ബുക്ക് ചെയ്തിട്ടുണ്ട് എന്നും സർക്കാർ അറിയിച്ചിരിക്കുകയാണ്. അതേസമയം ബംഗ്ലാദേശിൽ ഇന്ധനത്തിന് റേഷൻ അതായത് US ഇസ്രായേൽ ഇറാൻ സംഘർഷത്തെ തുടർന്ന് ഹോർമൂസ് കടൽ ഇടുക്കിലൂടെയുള്ള കടൽ ഗതാഗതം തടസ്സപ്പെട്ടതോടെയാണ് ഇത്തരത്തിൽ വലിയ രീതിയിൽ അവിടെ ബംഗ്ലാദേശിലടക്കം വലിയ രീതിയിലുള്ള എണ്ണക്ഷാമം ഉണ്ടായതായി തന്നെ വ്യക്തമാക്കുന്നത്. ഇത് നിയന്ത്രിക്കാനായി തന്നെ കൂടുതൽ നിയന്ത്രണം അവിടെ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. എണ്ണക്ഷാമം മുൻനിർത്തിക്കൊണ്ട് തന്നെ വാഹന ഉടമകൾ കൂട്ടത്തോടെ തന്നെ പമ്പുകളിൽ എത്തിയതോടെയാണ് വലിയ രീതിയിലുള്ള ഒരു നിയന്ത്രണം ബംഗ്ലാദേശിൽ കൊണ്ടുവരാൻ സർക്കാർ തീരുമാനിച്ചിരിക്കുന്നതായി തന്നെ വ്യക്തമാക്കുന്നത്. എണ്ണയ്ക്കായി 95% ഇറക്കുമതിയെ ആശ്രയിക്കുന്ന ബംഗാളിൽ ഇപ്പോൾ ഇരുചക്ര വാഹനങ്ങൾക്ക് പരമാവധി ഒരു ദിവസം 2 ലിറ്റർ പെട്രോൾ മാത്രമാണ് ലഭിക്കുന്നത്. കാറുകൾക്ക് 10 ലിറ്റർ, അതേപോലെ ജീപ്പ്, മിനി ബസ്സുകൾ എന്നിവയ്ക്ക് 20-25 ലിറ്റർ വരെ ലഭിക്കുമെന്നും പൊതുഗതാഗതത്തിന് ഉപയോഗിക്കുന്ന വാഹനങ്ങൾക്ക് 70 മുതൽ 80 ലിറ്റർ, ദീർഘദൂര വാഹനങ്ങൾക്കായി 220 ലിറ്റർ ഡീസൽ എന്നിവ ദിവസേന ലഭ്യമാക്കുമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ കണക്കുകൾ പോലും സർക്കാർ വിശദീകരിച്ചിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നു. മാത്രമല്ല ഏറ്റവും അധികം ഇറക്കുമതി നടന്നത് റഷ്യയിൽ നിന്നാണ് എന്നും വ്യക്തമായിരിക്കുകയാണ്. 20% വർധനമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. അതേപോലെ ക്രൂഡ് ഓയിൽ ഇവിടെ ലഭ്യമായാലും ശേഖരിക്കുന്നു എന്നും അത് വലിയ രീതിയിൽ ചില മാനദണ്ഡങ്ങൾക്ക് അതീതമായി തന്നെ പ്രവർത്തിക്കാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അതേപോലെ ജനങ്ങളുടെ ഊർജ്ജ സുരക്ഷ അത് മാത്രമാണ് സർക്കാരിന്റെ കരുതലെന്നും ഇവിടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുകയാണ്. മാത്രമല്ല പാചകവാതകത്തിന്റെ വില ഉയർത്തിയിട്ടില്ല എന്നും ഇവിടെ എടുത്തു പറയുകയും ചെയ്തിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.